പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. പ്രവാസ ജീവിതത്തിന്റെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നാട്ടിലേക്ക് മടങ്ങുമ്പോഴോ ഗൾഫ് നാടുകളിലേക്ക് വിമാനം കയറുമ്പോഴോ ഓരോ യാത്രക്കാരന്റെയും പെട്ടിനിറയെ വസ്ത്രങ്ങളും സാമഗ്രികളും മാത്രമല്ല, സ്നേഹത്തിന്റെ വൻ ശേഖരം കൂടിയാണ് ഉണ്ടാവാറ്. ഗ്രാമങ്ങളിലെ അടുക്കളകളിൽ നിന്ന് അമ്മമാർ കൊടുത്തയക്കുന്ന തനത് മസാലക്കൂട്ടുകൾ, കൂട്ടുകാർക്കായി വാങ്ങുന്ന ചില സാധനങ്ങൾ, അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്കായി കരുതുന്ന കളിപ്പാട്ടങ്ങൾ എന്നിവയെല്ലാം അതിലുണ്ടാകും. എന്നാൽ എയർപോർട്ടിലെ സുരക്ഷാ പരിശോധനയിൽ പ്രിയപ്പെട്ട ആരോ തന്നുവിട്ട ഒരു ചെറിയ സാധനം കാരണം യാത്ര മുടങ്ങുകയോ കസ്റ്റംസ് അധികൃതരുടെ ചോദ്യം ചെയ്യലുകൾ നേരിടേണ്ടി വരികയോ അല്ലെങ്കിൽ വിമാനത്താവളത്തിലെ വേസ്റ്റ് ബിന്നിലേക്ക് അത് ഉപേക്ഷിക്കേണ്ടി വരികയോ ചെയ്യുന്ന നിമിഷമുണ്ടാകുന്ന നൊമ്പരം ചെറുതൊന്നുമാകില്ല. ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സന്തോഷങ്ങളും കൃത്യമായി ആസൂത്രണം ചെയ്ത യാത്രകളും തകിടം മറിയാതിരിക്കാൻ വിമാന കമ്പനികളും UAE എയർപോർട്ടുകളും നടപ്പിലാക്കുന്ന പുതിയ ബാഗേജ് നിയന്ത്രണങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിമാനയാത്രകൾ കൂടുതൽ ജനകീയവും സാർവത്രികവുമാകുമ്പോൾ തന്നെയാണ് സുരക്ഷാ മുൻകരുതലുകളും കൂടുതൽ കർശനമാക്കപ്പെടുന്നത്. പെട്ടെന്നൊരു കാഴ്ചയിൽ നിരുപദ്രവകരം എന്ന് തോന്നുന്ന പല വസ്തുക്കളും ആയിരക്കണക്കിന് അടി ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങൾക്കുള്ളിൽ വൻ അപകട ഭീഷണികളായി മാറാറുണ്ട്. പ്രത്യേകിച്ചും അവധിക്കാലത്തെ തിരക്കേറിയ സമയങ്ങളിൽ ഇത്തരം വസ്തുക്കൾ ബാഗുകളിൽ കണ്ടെത്തുമ്പോൾ പരിശോധനകൾ നീണ്ടുപോകാനും യാത്രക്കാരുടെ സമയം നഷ്ടപ്പെടാനും കാരണമാകുന്നു. വ്യോമയാന ചരിത്രത്തിലെ വിവിധ അപകട അനുഭവങ്ങളുടെയും സാങ്കേതിക പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര ഏവിയേഷൻ അധികൃതരും എമിറേറ്റ്സ്, ഇത്തിഹാദ് തുടങ്ങിയ മുൻനിര വിമാന കമ്പനികളും തങ്ങളുടെ ബാഗേജ് നയങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വിമാനയാത്രക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒന്നാണ് ഡിജിറ്റൽ ഉപകരണങ്ങളിലെ ബാറ്ററികളും പവർ ബാങ്ക് നിയന്ത്രണങ്ങളും. സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതോടെ പവർ ബാങ്കുകൾ ഒഴിച്ചുകൂടാനാവാത്ത യാത്രാ സഖിയായി മാറി. എന്നാൽ ലിഥിയം അയൺ ബാറ്ററികൾ അടങ്ങിയ പവർ ബാങ്കുകൾ വിമാനത്തിനുള്ളിൽ വരുത്താവുന്ന സുരക്ഷാ അപകടങ്ങൾ വളരെ വലുതാണ്. എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർവേസ് തുടങ്ങിയ UAE വിമാന കമ്പനികൾ ഇപ്പോൾ പവർ ബാങ്കുകളുടെ ഉപയോഗത്തിൽ അതികർശനമായ നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മണിക്കൂറിൽ 100 വാട്ട് വരെ, അതായത് ഏകദേശം 27,000 മില്ലി ആംപിയർ വരെ ശേഷിയുള്ള ഒരൊറ്റ പവർ ബാങ്ക് മാത്രമേ ഒരു യാത്രക്കാരന് കൈവശം വയ്ക്കാൻ അനുമതിയുള്ളൂ. ഇത് ചെക്ക് ഇൻ ലഗേജിൽ ഇടാൻ പൂർണ്ണമായും വിലക്കുണ്ട്. കൂടാതെ വിമാനത്തിനുള്ളിൽ വെച്ച് പവർ ബാങ്ക് ഉപയോഗിച്ച് ഫോണുകൾ ചാർജ് ചെയ്യാനോ പവർ ബാങ്ക് ചാർജ് ചെയ്യാനോ പാടുള്ളതല്ല. അമിതമായി ചൂടായി തീപിടുത്തത്തിന് കാരണമാകുന്ന തെർമൽ റൺവേ എന്ന പ്രതിഭാസം ഒഴിവാക്കാനാണ് ഈ മുൻകരുതൽ. അടിയന്തര സാഹചര്യത്തിൽ എളുപ്പം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിനായി ഇവ സീറ്റിനടിയിലോ മുന്നിലെ പോക്കറ്റിലോ വേണം സൂക്ഷിക്കേണ്ടത്. നമ്മൾ നിത്യജീവിതത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളും സുഗന്ധവ്യഞ്ജനങ്ങളും നിയമപരമായി വലിയ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരാം എന്ന കാര്യം പലർക്കും അറിയില്ല. മലയാളികളുടെ അടുക്കളകളിൽ പായസത്തിനും മധുരപലഹാരത്തിനും ഉപയോഗിക്കുന്ന കസ്കസ് അഥവാ പോപ്പി സീഡ്സ് UAEയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും കടുത്ത നിരോധനമുള്ള വസ്തുവാണ്. കറുപ്പ് ചെടിയുടെ കായകളിൽ നിന്ന് ലഭിക്കുന്ന ഈ വിത്തുക്കൾ ലഹരി വസ്തുക്കളുടെ ഗണത്തിലാണ് നിയമപരമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറിയാതെയാണെങ്കിൽ പോലും കസ്കസ് കൈവശം വെക്കുന്നത് വലിയ പിഴയ്ക്കും കസ്റ്റംസ് നിയമ നടപടികൾക്കും ജയിൽവാസത്തിനും വരെ വഴിവെച്ചേക്കാം. മലയാളികളുടെ പ്രിയങ്കരമായ പഴുത്ത ചക്ക, ഒപ്പം ദുരിയാൻ, പെടലായി, മറാങ് തുടങ്ങിയ പഴങ്ങൾ വിമാനത്തിനുള്ളിലെ അടച്ചിട്ട അന്തരീക്ഷത്തിൽ മറ്റ് യാത്രക്കാർക്ക് അസ്വസ്ഥതയുണ്ടാക്കും എന്നതിനാലാണ് ഈ നിരോധനം. ഹലാലല്ലാത്ത മാംസങ്ങൾ, പന്നിയിറച്ചിയുടെ ഉൽപ്പന്നങ്ങൾ, ഡോക്ടറുടെ മുൻകൂർ അനുമതിയില്ലാത്ത കടുത്ത മരുന്നുകൾ, CBD എണ്ണകൾ എന്നിവയും വിമാനത്താവളങ്ങളിൽ കർശനമായി പരിശോധിക്കപ്പെടുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന വസ്തുക്കളാണ്. സാധാരണക്കാരായ യാത്രക്കാരെ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഹാൻഡ് ലഗേജിൽ നിരോധിച്ചിട്ടുള്ള ചില അസാധാരണ വസ്തുക്കളാണ്. വീടുകളിൽ അളവെടുക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ മെഷറിംഗ് ടേപ്പ് ഹാൻഡ് ബാഗേജിൽ കൊണ്ടുപോകാൻ ദുബായ് വിമാനത്താവളത്തിൽ അനുമതിയില്ല. നീളമുള്ള ലോഹ ടേപ്പുകൾ അക്രമങ്ങൾക്കോ അപായപ്പെടുത്തലുകൾക്കോ ആയുധമായി ഉപയോഗിക്കാം എന്ന സുരക്ഷാ മുൻകരുതലാണ് ഇതിന് കാരണം. അതുപോലെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളായ കളിത്തോക്കുകൾ, അമ്പും വില്ലും, ചാട്ടുളികൾ, ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന അമ്പുകൾ എന്നിവയും ക്യാബിൻ ലഗേജിൽ അനുവദിക്കില്ല. ഒറ്റനോട്ടത്തിൽ യഥാർത്ഥ ആയുധമല്ലെന്ന് തോന്നുമെങ്കിലും ഇവ വിമാനത്തിനുള്ളിൽ അനാവശ്യ ഭീതി പടർത്താൻ ഇടയാക്കും. ക്രിക്കറ്റ് ബാറ്റ്, ഫിഷിംഗ് റോഡുകൾ, സ്കേറ്റ് ബോർഡുകൾ തുടങ്ങിയ കായിക ഉപകരണങ്ങൾ പെട്ടെന്നുള്ള കയ്യേറ്റത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നവ ആയതിനാൽ അവയും ഹാൻഡ് ലഗേജിൽ നിന്ന് ഒഴിവാക്കി ചെക്ക് ഇൻ ബാഗേജിലേക്ക് മാറ്റേണ്ടതാണ്. ഷാർജ വിമാനത്താവളത്തിൽ 6 സെന്റിമീറ്ററിൽ കൂടുതൽ നീളമുള്ള കത്തികൾ, കത്രികകൾ, റേസറുകൾ, ബോക്സ് കട്ടറുകൾ തുടങ്ങിയവയ്ക്കും കർശന വിലക്കുണ്ട്. സ്ഫോടക വസ്തുക്കൾ, ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ, അമോണിയ ലായനികൾ എന്നിവയും നിരോധിത പട്ടികയിലുണ്ട്. ഇതുകൂടാതെ ലഹരി മരുന്നുകൾ, ചൂതാട്ട ഉപകരണങ്ങൾ, ആനക്കൊമ്പ്, റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, വ്യാജ കറൻസി, സാംസ്കാരിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ UAEയിലേക്ക് കൊണ്ടുവരുന്നതും കുറ്റകരമാണ്. ഗൾഫ് നാടുകളിലേക്കും തിരിച്ച് ഭാരതത്തിലേക്കുമുള്ള ഓരോ യാത്രയും സന്തോഷങ്ങളുടെയും പ്രതീക്ഷകളുടെയും തുന്നിച്ചേർക്കലുകളാണ്.
വിമാനത്താവളത്തിൽ അനുഭവപ്പെടുന്ന വൻ തിരക്കുകൾക്കിടയിൽ സുരക്ഷാ ജീവനക്കാരുമായി തർക്കത്തിൽ ഏർപ്പെടേണ്ടി വരുന്നതും വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നതും വലിയ മാനസിക വിഷമങ്ങളാണ് ഉണ്ടാക്കുന്നത്. വിമാന കമ്പനികളുടെയും വിവിധ രാജ്യങ്ങളിലെ കസ്റ്റംസ് വകുപ്പുകളുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഇത്തരം ബാഗേജ് മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമായി ലഭ്യമാണ്. ബാഗുകൾ പാക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഏതാനും മിനിറ്റുകൾ നീക്കിവെച്ച് ഈ വിമാനത്താവള നിയമങ്ങൾ വായിച്ചു മനസ്സിലാക്കുന്നത് നമ്മുടെ സമയം ലാഭിക്കാനും യാത്ര അനായാസമാക്കാനും സഹായിക്കും. ഇത്തരം നിർദ്ദേശങ്ങൾ യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് എന്ന് മനസ്സിലാക്കി ജാഗ്രതയോടെ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിയാൽ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കുള്ള ഓരോ യാത്രയും മനോഹരവും തടസ്സമില്ലാത്തതുമായ അനുഭവവുമായിരിക്കും. സോഷ്യൽ മീഡിയയിൽ 10,000-കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ട്രാവൽ ബ്ലോഗറോ ഇൻഫ്ലുവൻസറോ UAEയിലോ ഒമാനിലോ സന്ദർശനത്തിനെത്തുന്നു. അവിടെയുള്ള ഒരു പ്രമുഖ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ബുട്ടീക്കിലോ കയറി പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നു. പകരം വൻതുക പ്രതിഫലമോ അല്ലെങ്കിൽ സൗജന്യ സേവനങ്ങളോ കൈപ്പറ്റുന്നു. ഇത്രകാലവും തികച്ചും അനായാസമായി നടന്നിരുന്ന ഈ രീതിക്ക് ഇനി ഗൾഫ് നാടുകളിൽ പൂർണ്ണ വിരാമമാവുകയാണ്. ഡിജിറ്റൽ മാധ്യമരംഗത്തെ അനാവശ്യ പ്രവണതകൾ തടയാനും ഉപഭോക്തൃ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും കണ്ടന്റ് ക്രിയേറ്റർമാർക്കും കടുത്ത നിയമനിയന്ത്രണങ്ങളാണ് UAEയും ഒമാനും ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുൻകൂർ പെർമിറ്റുകളോ അംഗീകൃത ലൈസൻസുകളോ ഇല്ലാതെ ഇത്തരം പ്രൊമോഷനുകൾ നടത്തിയാൽ അക്കൗണ്ടുകൾ എന്നേക്കുമായി പൂട്ടിപ്പോകുമെന്ന് മാത്രമല്ല, കോടികളുടെ പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വരും. UAE മീഡിയ കൗൺസിലിന്റെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വരുമാനമുണ്ടാക്കുന്ന കണ്ടന്റ് ക്രിയേറ്റർമാരെ ഇനി മുതൽ കേവലം വ്യക്തിഗത ഇന്റർനെറ്റ് ഉപയോക്താക്കളായിട്ടല്ല ഭരണകൂടം കാണുന്നത്. മറിച്ച് അവർ പ്രൊഫഷണൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് തുല്യമായ നിയമപരമായ ഉത്തരവാദിത്തമുള്ളവരാണ്. ഇനി മുതൽ UAEയിൽ നിന്ന് ബ്രാൻഡ് പ്രൊമോഷനുകൾ, പെയ്ഡ് പ്രൊമോഷൻ പോസ്റ്റുകൾ, അതുപോലെ പ്രോഡക്റ്റ് റിവ്യൂകൾ, അഫിലിയേറ്റഡ് ലിങ്കുകൾ, പോഡ്കാസ്റ്റുകൾ എന്നിവയിലൂടെ പണമോ മറ്റ് ആനുകൂല്യങ്ങളോ ഉണ്ടാക്കണമെങ്കിൽ 2 പ്രധാന രേഖകൾ കൈവശമുണ്ടായിരിക്കണം. ഇതിൽ ആദ്യത്തേത് സാമ്പത്തിക വികസന വകുപ്പിൽ നിന്നോ ഏതെങ്കിലും അംഗീകൃത ഫ്രീ സോണിൽ നിന്നോ ഉള്ള ലഭ്യമായ സാധുതയുള്ള ഇൻഫ്ലുവൻസർ ബിസിനസ് ലൈസൻസ് ആണ്. രണ്ടാമതായി, ബിസിനസ് ലൈസൻസ് നേടിയ ശേഷം UAE മീഡിയ കൗൺസിൽ അനുവദിക്കുന്ന പ്രത്യേക മാധ്യമ പെർമിറ്റും കരസ്ഥമാക്കേണ്ടതുണ്ട്. സ്വതന്ത്ര കണ്ടന്റ് ക്രിയേറ്റർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആദ്യ 3 വർഷത്തേക്ക് മീഡിയ പെർമിറ്റ് ഫീസിൽ സർക്കാർ ഇളവ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ബിസിനസ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തനം തുടരുന്നത് ഗുരുതരമായ നിയമലംഘനമായി കണക്കാക്കും. കേരളത്തിൽ നിന്നടക്കം നിരവധി വ്ളോഗർമാരും ഇൻഫ്ലുവൻസർമാരും വിസിറ്റ് വിസയിൽ UAE സന്ദർശിച്ച് പ്രാദേശിക ബിസിനസ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് സാധാരണമാണ്. എന്നാൽ ഇനി സന്ദർശക വിസയിലെത്തി പ്രൊമോഷൻ പോസ്റ്റുകളോ വീഡിയോകളോ ഇടണമെങ്കിൽ നാഷണൽ മീഡിയ അതോറിറ്റി നൽകുന്ന വിസിറ്റർ അഡ്വൈസർ പെർമിറ്റ് നിർബന്ധമാണ്. പണമായി പ്രതിഫലം വാങ്ങിയാലും ഇല്ലെങ്കിലും, അതായത് സൗജന്യ താമസം, സമ്മാനങ്ങൾ, ഭക്ഷണം പോലെയുള്ള പണേതര ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയാണെങ്കിലും പരസ്യ ഉള്ളടക്കങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഏതൊരു വിദേശ സന്ദർശകനും ഈ നിയമം ബാധകമാണ്. ഈ പെർമിറ്റ് ലഭിക്കുന്നതിനായി സന്ദർശകനായ ഇൻഫ്ലുവൻസർമാർക്ക് നേരിട്ട് അപേക്ഷിക്കാനാകില്ല. പകരം UAE മീഡിയ കൗൺസിൽ അംഗീകരിച്ച പരസ്യ ഏജൻസിയോ ടാലന്റ് മാനേജ്മെന്റ് ഏജൻസിയോ മുഖേന മാത്രമേ അപേക്ഷ നൽകാൻ സാധിക്കൂ. അപേക്ഷയോടൊപ്പം ഇൻഫ്ലുവൻസർ, UAEയിലെ ഏജൻസി, പ്രൊമോഷൻ ആവശ്യപ്പെടുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ക്ലയന്റ് എന്നിവർ തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ പകർപ്പും സമർപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ അപേക്ഷകന് കുറഞ്ഞത് 18 വയസ്സ് പൂർത്തിയായിരിക്കണമെന്നും ധാർമ്മിക അധപ്പതന കേസുകളിലോ സാമ്പത്തിക തട്ടിപ്പുകളിലോ ശിക്ഷിക്കപ്പെടാത്ത നല്ല പെരുമാറ്റവും സൽപ്പേരുമുള്ള വ്യക്തിയുമായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. അതോടൊപ്പം മീഡിയ കൗൺസിൽ നിർദ്ദേശിക്കുന്ന പരിശീലന ബോധവൽക്കരണ പരിപാടികൾ പൂർത്തിയാക്കുകയും വേണം. ഈ പെർമിറ്റിന് അനുവദിക്കുന്ന തീയതി മുതൽ 3 മാസത്തെ സാധുതയാണ് ഉണ്ടായിരിക്കുക. ആവശ്യമെങ്കിൽ നിശ്ചിത ഫീസ് അടച്ച് 3 മാസത്തേക്ക് കൂടി പുതുക്കാമെങ്കിലും ഒരു കാരണവശാലും ആകെ കാലാവധി 6 മാസത്തിൽ കൂടാൻ പാടില്ല. മാധ്യമ നിയമങ്ങളും കണ്ടന്റ് നിബന്ധനകളും കാറ്റിൽ പറത്തി പ്രവർത്തിക്കുന്നവർക്ക് കടുത്ത ശിക്ഷാ നടപടികളാണ് UAE ഭരണകൂടം നിശ്ചയിച്ചിരിക്കുന്നത്. അനധികൃത പ്രൊമോഷനുകൾക്ക് പരമാവധി 10 ലക്ഷം ദിർഹം, അതായത് ഏകദേശം 2,25 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ വരെ സാമ്പത്തിക പിഴ ചുമത്താൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ നിയമലംഘകരുടെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ UAEയിൽ തടയുകയോ ശാശ്വതമായി പൂട്ടിപ്പോവുകയോ ചെയ്യാം. കൂടാതെ നിയമവിരുദ്ധമായി ചിത്രീകരിച്ച വീഡിയോകളും പോസ്റ്റുകളും നിർബന്ധമായും ഡിലീറ്റ് ചെയ്യിക്കുകയും ചെയ്യും. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക, പ്രാദേശിക സംസ്കാരത്തെയും മതവികാരങ്ങളെയും മാനിക്കുക, പരസ്യ പോസ്റ്റുകളിൽ അത് പെയ്ഡ് പ്രൊമോഷനാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തുക തുടങ്ങിയ 20-ലധികം ഉള്ളടക്ക മാനദണ്ഡങ്ങളും ഇൻഫ്ലുവൻസർമാർ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. UAEക്ക് പുറമെ സുൽത്താനേറ്റ് ഓഫ് ഒമാനും ഇൻഫ്ലുവൻസിംഗ് മേഖലയിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ പ്രചരിപ്പിക്കുന്നതിനും പരസ്യപ്പെടുത്തുന്നതിനും മുമ്പ് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരം കേന്ദ്രത്തിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് ഒമാൻ അധികൃതർ നിർദ്ദേശിച്ചു. ഫുഡ് ബ്ലോഗർമാർ, ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർമാർ, അഡ്വർടൈസിംഗ് ഏജൻസികൾ, റെസ്റ്റോറന്റുകൾ, ഭക്ഷ്യ വ്യാപാരികൾ എന്നിവർക്കെല്ലാം ഈ ഉത്തരവ് ബാധകമാണ്.
ഗുണനിലവാരമില്ലാത്തതോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമായതോ ആയ ഭക്ഷ്യവസ്തുക്കൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്ത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തടയാനാണ് ഒമാന്റെ ഈ നടപടി. ഗൾഫ് നാടുകളിൽ, പ്രത്യേകമായി UAE-യിലും ഒമാനിലും വൻതോതിൽ മലയാളി ഇൻഫ്ലുവൻസർമാരും അതുപോലെ യൂട്യൂബർമാരും സജീവമാണ്. സന്ദർശക വിസയിലെത്തി ചെറിയ രീതിയിലുള്ള കട ഉദ്ഘാടനങ്ങളോ റെസ്റ്റോറൻറ്റ് റിവ്യൂകളോ ചെയ്ത് മടങ്ങുന്ന സാധാരണ രീതിക്ക് ഇനി വലിയ നിയമപരമായ ഭീഷണിയുണ്ട്. ഡിജിറ്റൽ മാധ്യമ മേഖലയെ കൂടുതൽ സുതാര്യവും വിശ്വസനീയവുമാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന ഈ നിയമങ്ങൾ ഇൻഫ്ലുവൻസിങ്ങിനെ ഒരു വീക്കെൻഡ് വിനോദം എന്നതിലുപരി പൂർണ്ണ ഉത്തരവാദിത്തമുള്ള പ്രൊഫഷണൽ ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. അതിനാൽ ഗൾഫ് നാടുകളിൽ പ്രൊമോഷൻ പോസ്റ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട പെർമിറ്റുകളും ലൈസൻസുകളും കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ഭാവിയിലെ വലിയ നിയമ സങ്കീർണതകൾ ഒഴിവാക്കാൻ സഹായിക്കും. പട്ടാപ്പകൽ ഉച്ചവെയിലിൽ തിളങ്ങി നിൽക്കുന്ന നഗരങ്ങൾ പെട്ടെന്ന് നിഴലിലേക്ക് വീഴുക, ആകാശം ഇരുണ്ട് നക്ഷത്രങ്ങൾ തെളിയുക, താപനില പെട്ടെന്ന് താഴേക്ക് പതിക്കുക. കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്ന ഈ ജ്യോതിശാസ്ത്ര പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ. 2027 ഓഗസ്റ്റ് 2-ന് സംഭവിക്കാനിരിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം മധ്യപൂർവേഷ്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ സംഭവങ്ങളിലൊന്നായിരിക്കും. ഏകദേശം 6 മിനിറ്റോളം രാജ്യത്തിൻ്റെ വലിയൊരു ഭാഗം പൂർണ്ണമായും ഇരുട്ടിലാകും. 77 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് സൗദി മണ്ണിലേക്ക് ഈ അപൂർവ പ്രതിഭാസം വീണ്ടും എത്തുന്നത്. ഇതിനു മുമ്പ് സൗദി അറേബ്യയിലെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് 1952-ലായിരുന്നു. അന്ന് ഉച്ചസമയത്ത് സൂര്യൻ പൂർണ്ണമായി മറയുകയും രാജ്യം മുഴുവൻ രാത്രി പോലെ ഇരുളുകയും ചെയ്തു. സൗദി ജനതയുടെ വാമൊഴി ചരിത്രത്തിലും പ്രാദേശിക ഓർമ്മകളിലും ആ വർഷം ആമൂത്ത് തലാമ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ വർഷം, ഇയർ ഓഫ് ഡാർക്ക്നെസ് എന്നാണ് അറിയപ്പെടുന്നത്. സാങ്കേതികവിദ്യയും വാർത്താവിനിമയ ഉപാധികളും വികസിച്ചിട്ടില്ലാത്ത അക്കാലത്ത് പെട്ടെന്നുണ്ടായ ഈ ഇരുട്ടടി ജനങ്ങളിൽ വലിയ അമ്പരപ്പും ആശങ്കയും സൃഷ്ടിച്ചിരുന്നു. എന്നാൽ 7 പതിറ്റാണ്ടുകൾക്കിപ്പുറം 2027 ഓഗസ്റ്റ് 2-ന് വീണ്ടും ഒരു സമ്പൂർണ്ണ ഗ്രഹണം എത്തുമ്പോൾ ലോകം അതിനെ ശാസ്ത്രീയ കൗതുകത്തോടെയും വലിയ ആവേശത്തോടെയുമാണ് കാത്തിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ കരഭൂമിയിൽ ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണങ്ങളിലൊന്നായിരിക്കും ഇത്. ജിദ്ദ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി മേധാവി മാജിദ് അബു സഹ്റയുടെ വിശദീകരണമനുസരിച്ച് സമ്പൂർണ്ണ ഗ്രഹണത്തിന്റെ പാത ചെങ്കടൽ തീരത്തു നിന്നാണ് ആരംഭിക്കുന്നത്. തുടർന്ന് സൗദിയുടെ പടിഞ്ഞാറൻ, തെക്കു പടിഞ്ഞാറൻ മേഖലകളിലൂടെ ഇത് കടന്നുപോകും. ഇസ്ലാമിന്റെ പുണ്യനഗരിയായ മക്ക, വാണിജ്യ തലസ്ഥാനമായ ജിദ്ദ, സുഖവാസ കേന്ദ്രങ്ങളായ തായിഫ്, അൽബാഹ, അൽ ഖുൻഫുദ, ഖമീസ്, മുഷൈത്ത്, ജിസാൻ, നജ്റാൻ തുടങ്ങിയ പ്രധാന നഗരങ്ങളെല്ലാം ഈ സമ്പൂർണ്ണ ഗ്രഹണ പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നഗരങ്ങളിൽ സൂര്യൻ പൂർണ്ണമായും ചന്ദ്രന്റെ നിഴലിൽ മറയും. അതേസമയം റിയാദ് ഉൾപ്പെടെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ഭാഗിക സൂര്യഗ്രഹണമായിരിക്കും അനുഭവപ്പെടുക. സൗദി കാലാവസ്ഥാ പരിസ്ഥിതി വിദഗ്ധൻ ഖാലിദ് അൽ സാഖ് വ്യക്തമാക്കുന്നതനുസരിച്ച് സൗദിയിലെ ചില പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ ഗ്രഹണം 5 മിനിറ്റും 55 സെക്കൻഡും വരെ നീണ്ടു നിൽക്കും എന്നതാണ്. ഉച്ചസമയത്ത് സാധാരണയായി അനുഭവപ്പെടുന്ന കടുത്ത ചൂടിന് പകരം പെട്ടെന്ന് താപനിലയിൽ വലിയ കുറവുണ്ടാകും. സൂര്യൻ പൂർണ്ണമായി മറയുന്ന ആ അപൂർവ നിമിഷങ്ങളിൽ ആകാശത്ത് മനോഹരമായ ചില ജ്യോതിശാസ്ത്ര ദൃശ്യങ്ങൾ തെളിയും. സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള പ്രഭാവലയമായ കൊറോണ സാധാരണ ദിവസങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന സൂര്യപ്രകാശം കാരണം കാണാൻ കഴിയില്ല. എന്നാൽ സമ്പൂർണ്ണ ഗ്രഹണ സമയത്ത് ഇത് വെള്ളി വെളിച്ചത്തിൽ കിരീടം പോലെ തിളങ്ങി നിൽക്കുന്നത് വ്യക്തമായി കാണാൻ സാധിക്കും. സൂര്യൻ പൂർണ്ണമായി മറയുന്നതിന് തൊട്ടു മുമ്പും ഗ്രഹണം കഴിഞ്ഞ് പുറത്തു വരുന്ന ആദ്യ നിമിഷത്തിലും ചന്ദ്രന്റെ വശങ്ങളിലൂടെ പ്രകാശം മിന്നിമറയുന്ന ഡയമണ്ട് റിംഗ് പ്രതിഭാസം ദൃശ്യമാകും. വാനനിരീക്ഷകരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കാഴ്ചയാണിത്. ചന്ദ്രനിലെ പർവ്വതങ്ങൾക്കും കുഴികൾക്കും ഇടയിലൂടെ സൂര്യപ്രകാശം തട്ടിത്തെറിച്ച് മുത്തുമണികൾ പോലെ തിളങ്ങുന്ന പ്രകാശ ബിന്ദുക്കളുടെ നിരയാണ് ബെയ്ലീസ് ബീഡ്സ്. ഉച്ചനേരത്ത് ആകാശം ഇരുളുന്നതോടെ വ്യാഴം, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളും പ്രകാശമേറിയ നക്ഷത്രങ്ങളും സാധാരണ രാത്രിയിൽ എന്ന പോലെ ആകാശത്ത് തെളിഞ്ഞു കാണപ്പെടും. 2027 ഓഗസ്റ്റിലെ ഈ സൂര്യഗ്രഹണം കേവലം ഒരു ജ്യോതിശാസ്ത്ര സംഭവം മാത്രമായിരിക്കില്ല, മറിച്ച് സൗദി അറേബ്യയുടെ ടൂറിസം മേഖലയ്ക്ക് വൻ കുതിപ്പേകുന്ന ഒന്നായി മാറും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാനനിരീക്ഷകർ, ശാസ്ത്രജ്ഞർ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, ഫോട്ടോഗ്രാഫർമാർ, ഗ്രഹണപ്രേമികർ എന്നിവർ സൗദിയിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സൗദി അറേബ്യയുടെ വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി വിനോദസഞ്ചാര മേഖല വികസിപ്പിക്കുന്ന സാഹചര്യത്തിൽ ആസ്ട്രോ ടൂറിസം അല്ലെങ്കിൽ ശാസ്ത്ര വിനോദസഞ്ചാരത്തിന് ഈ സംഭവം വലിയ പ്രാധാന്യം നൽകും. ചെങ്കടൽ തീരത്തും മരുഭൂമിയിലെ പ്രത്യേക കേന്ദ്രങ്ങളിലും വാന നിരീക്ഷണത്തിനായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാൻ സൗദി ഭരണകൂടവും വിവിധ ഏജൻസികളും പദ്ധതിയിടുന്നുണ്ട്. സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് ജിദ്ദ, മക്ക, ജിസാൻ, തായിഫ് തുടങ്ങിയ മേഖലകളിൽ ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളാണ് താമസിക്കുന്നത്. സ്വന്തം തൊഴിലിടങ്ങളിൽ നിന്നോ താമസ സ്ഥലങ്ങളിൽ നിന്നോ തന്നെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഈ അപൂർവ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അവർക്ക് അവസരം ലഭിക്കും. കൂടാതെ ഉംറ തീർത്ഥാടകർക്കും ഈ ദിനം ആത്മീയമായും അവിസ്മരണീയമായ ഒരു അനുഭവമായിരിക്കും ഉണ്ടാക്കുക.
ഇസ്ലാമിക ആചാരപ്രകാരം സൂര്യഗ്രഹണ സമയത്ത് പ്രത്യേക പ്രാർത്ഥനയായ കുസൂഫ് നമസ്കാരം നിർവഹിക്കാറുണ്ട്. മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മസ്ജിദുൻ നബവിയിലും ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കാളികളാകുന്ന പ്രത്യേക കുസൂഫ് നമസ്കാരവും പ്രാർത്ഥനകളും അന്നേ ദിവസം നടക്കും. 2027 ഓഗസ്റ്റ് 2 സൂര്യഗ്രഹണം വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ടെങ്കിലും ശാന്തമായ കാലാവസ്ഥയും വാന നിരീക്ഷണത്തിനുള്ള തെളിഞ്ഞ ആകാശവും സൗദി അറേബ്യയെ ലോകത്തിലെ ഏറ്റവും അനുയോജ്യമായ കാഴ്ചാ കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റുന്നു. ശാസ്ത്രലോകത്തിനും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ ആഘോഷമാക്കാവുന്ന ഈ ആകാശ വിസ്മയത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ലോകം. തന്റെ യൗവനവും ആരോഗ്യവും അറബ് നാടുകളിലെ കടുത്ത ചൂടിൽ ഹോമിച്ച് ജന്മനാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറിയവരാണ് നമ്മുടെ മലയാളി പ്രവാസികൾ. സ്വപ്നങ്ങൾക്കും കുടുംബത്തിന്റെ പുരോഗതിക്കുമായി മരുഭൂമിയിൽ വിയർപ്പൊഴുക്കുന്ന ഭൂരിഭാഗം പ്രവാസികളും തിരിച്ചെത്തുന്നത് വലിയ സമ്പാദ്യങ്ങളോടെ ആവണമെന്നില്ല. പലപ്പോഴും ആരോഗ്യം ക്ഷയിച്ചോ ജോലി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന രോഗങ്ങളോ അപകടങ്ങളോ മൂലമാണ് പലരും വെറും കൈയോടെ നാടണയുന്നത്. പ്രവാസ ലോകത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളിലും രോഗദുരിതങ്ങളിലും തളർന്നു പോകുന്ന ഇത്തരം കുടുംബങ്ങൾക്ക് ആശ്വാസത്തിന്റെ തണലേകാൻ സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന ശ്രദ്ധേയമായ ഒരു ദുരിതാശ്വാസ പദ്ധതിയാണ് സാന്ത്വനം. സ്വന്തം വിയർപ്പ് കൊണ്ട് നാടിനെ പോറ്റിയ പ്രവാസികൾക്ക് അവരുടെ ദുരന്തഘട്ടങ്ങളിൽ കൈത്താങ്ങാകാൻ സർക്കാർ തയ്യാറാക്കിയ ഈ പദ്ധതി ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ദിനംപ്രതി വലിയൊരു പ്രതീക്ഷയായി മാറുന്നത്. അപ്രതീക്ഷിതമായി കുടുംബനാഥൻ മരണപ്പെടുകയോ ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കുകയോ ചെയ്യുമ്പോൾ പകച്ചു നിൽക്കുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് കൃത്യസമയത്ത് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാന്ത്വനം പദ്ധതിക്ക് സാധിക്കുന്നു. എന്താണ് നോർക്കയുടെ ഈ സാന്ത്വനം പദ്ധതി? വിദേശത്ത് നിന്ന് ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ തിരികെ എത്തിയ മലയാളി പ്രവാസികൾക്കും അവരുടെ അടുത്ത ആശ്രിതർക്കും അടിയന്തര ഘട്ടങ്ങളിൽ നൽകുന്ന ഒരു തവണത്തെ സാമ്പത്തിക ദുരിതാശ്വാസ സഹായമാണ് സാന്ത്വനം പദ്ധതി. പുനരധിവാസ വായ്പകൾക്കോ വ്യവസായ സംരംഭങ്ങൾക്കോ അപ്പുറം ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അടിയന്തര ആവശ്യങ്ങളെ നേരിടാനാണ് ഈ പദ്ധതിയിലൂടെ തുക അനുവദിക്കുന്നത്. പ്രധാനമായും ചികിത്സാ സഹായം, മരണാനന്തര സഹായം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികളുടെ പെൺമക്കളുടെ വിവാഹ സഹായം, ശാരീരിക വൈകല്യം നേരിടുന്നവർക്കുള്ള ഉപകരണങ്ങൾ വാങ്ങൽ എന്നീ 4 പ്രധാന ആവശ്യങ്ങൾക്കായാണ് ഈ പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കുന്നത്. നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ നിരവധി കുടുംബങ്ങൾക്കാണ് വലിയ തുകയുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. സാന്ത്വനം പദ്ധതി വഴി അനുവദിക്കുന്ന ധനസഹായം വ്യത്യസ്ത ആവശ്യങ്ങൾക്കനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ളതാണ്. പ്രവാസി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ആശ്രിതർക്ക് മരണാനന്തര സഹായമായി 1 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത്. പ്രവാസിയുടെ പെട്ടെന്നുള്ള വിയോഗം മൂലമുണ്ടാകുന്ന പെട്ടെന്നുള്ള സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കുടുംബത്തെ കരകയറ്റാൻ ഈ തുക സഹായിക്കുന്നു. അതുപോലെ തന്നെ നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസിക്കോ അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്കോ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗങ്ങൾ, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾക്ക് ചികിത്സ ആവശ്യമായി വരുമ്പോൾ വൈദ്യസഹായമായി 50,000 രൂപ വരെ അനുവദിക്കുന്നുണ്ട്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികളുടെ പെൺമക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്കായി 15,000 രൂപ വരെയാണ് ധനസഹായം. ഇതുകൂടാതെ പ്രവാസത്തിനിടയിലോ മടങ്ങിയെത്തിയ ശേഷമോ അപകടങ്ങൾ മൂലമോ രോഗങ്ങൾ മൂലമോ വൈകല്യം സംഭവിച്ച പ്രവാസികൾക്ക് കൃത്രിമ അവയവങ്ങൾ, വീൽ ചെയർ, അതുപോലെ ഊന്നുവടികൾ തുടങ്ങിയ സഹായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 10,000 രൂപ വരെയും സാന്ത്വനം പദ്ധതിയിലൂടെ ലഭിക്കുന്നുണ്ട്. സാന്ത്വനം പദ്ധതിയുടെ ആനുകൂല്യങ്ങൾക്ക് അർഹത നേടുന്നതിനായി വ്യക്തമായ മാനദണ്ഡങ്ങൾ നോർക്ക റൂട്ട്സ് നിശ്ചയിച്ചിട്ടുണ്ട്. അപേക്ഷകൻ കുറഞ്ഞത് 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത വ്യക്തിയായിരിക്കണം എന്നതാണ് പ്രാഥമികമായ യോഗ്യത. കൂടാതെ അപേക്ഷകന്റെ കുടുംബത്തിന്റെ മൊത്തം വാർഷിക വരുമാനം 1.5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരായ പ്രവാസികളിലേക്ക് സഹായം എത്തുന്നതിനാണ് ഈ വരുമാന പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന നിബന്ധന അപേക്ഷ സമർപ്പിക്കുന്ന സമയത്തും അത് അനുവദിക്കപ്പെടുന്ന സമയത്തും പ്രവാസി വിദേശത്തായിരിക്കാൻ പാടില്ല എന്നതാണ്. ഇവർ നാട്ടിൽ സ്ഥിരതാമസമാക്കിയവരായിരിക്കണം. പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം പ്രവാസത്തിൽ ഇരുന്ന കാലയളവിനോ അല്ലെങ്കിൽ പരമാവധി 10 വർഷത്തിനോ ഉള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിച്ചിരിക്കണം. ഇതിലേതാണോ കുറവ് ആ സമയപരിധിക്കുള്ളിലാണ് അപേക്ഷിക്കേണ്ടത്. കൂടാതെ സാന്ത്വനം 1 തവണ മാത്രം ലഭിക്കുന്ന അടിയന്തര സഹായമാണ്. പദ്ധതിയിലൂടെ നേരത്തെ വൈദ്യസഹായം കൈപ്പറ്റിയ ഒരു പ്രവാസി പിന്നീട് മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആശ്രിതർക്ക് വീണ്ടും മരണാനന്തര സഹായത്തിനായി അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് അർഹരായവർക്ക് തുക അനുവദിക്കുന്നത് എന്നതിനാൽ അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്. അപേക്ഷകന്റെ പാസ്പോർട്ടിന്റെ പകർപ്പ്, റേഷൻ കാർഡ്, വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ എല്ലാ വിഭാഗം അപേക്ഷകൾക്കും പൊതുവായി ആവശ്യമുള്ള രേഖകളാണ്. ചികിത്സാ സഹായത്തിനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ യഥാർത്ഥ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും ചികിത്സാ ബില്ലുകളും ഹാജരാക്കണം. മരണാനന്തര സഹായത്തിനാണെങ്കിൽ മരണപ്പെട്ട സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള ബന്ധുത്വ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകണം.
ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയാണെങ്കിൽ പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോ അനന്തരാവകാശ സർട്ടിഫിക്കറ്റോ നൽകേണ്ടി വരും. വിവാഹ ധനസഹായത്തിന് വിവാഹ സർട്ടിഫിക്കറ്റും പ്രവാസിയുമായുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകളും വേണം. ഭിന്നശേഷി ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി മെഡിക്കൽ ബോർഡിന്റെ വൈകല്യ സർട്ടിഫിക്കറ്റാണ് സമർപ്പിക്കേണ്ടത്. നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.norcaroots.org വഴി പൂർണ്ണമായും ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സമർപ്പിക്കുന്ന അപേക്ഷകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിക്കുകയും അർഹത ഉറപ്പാക്കിയ ശേഷം സർക്കാർ തലത്തിൽ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുകയും ചെയ്യുന്നു. കേരളത്തിന്റെ വളർച്ചയിൽ പ്രവാസികൾ നൽകിയ പങ്ക് സമാനതകളില്ലാത്തതാണ്. എന്നാൽ പ്രവാസം അവസാനിപ്പിച്ച് തിരിച്ചെത്തുന്ന പലരും പിന്നീട് കടുത്ത നിരാശയിലേക്കും സാമ്പത്തിക ഞെരുക്കത്തിലേക്കും വീണുപോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ സർക്കാരിൽ നിന്നുള്ള ചെറിയൊരു സാന്ത്വനം പോലും വലിയൊരു ജീവിത മാർഗമായി മാറാറുണ്ട്. പ്രവാസി ക്ഷേമത്തിനായി നിലകൊള്ളുന്ന നോർക്ക റൂട്ട്സിന്റെ ഏറ്റവും ജനകീയമായ പദ്ധതികളിൽ ഒന്നാണ് സാന്ത്വനം. അർഹരായ ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യസമയത്ത് പ്രവാസി സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. സ്വന്തം ജീവിതം നാടിനായി നീക്കിവെച്ച പ്രവാസികൾക്ക് അവരുടെ പ്രയാസകാലത്ത് പിന്തുണ നൽകുക എന്നത് കേവലം ഒരു ആനുകൂല്യമല്ല, മറിച്ച് മലയാളി സമൂഹം നൽകേണ്ട വലിപ്പമേറിയ ഒരു നന്ദി പ്രകാശനം കൂടിയാണ്. ലോകത്തിന്റെ നെറുകയിൽ തലയുയർത്തി നിൽക്കുന്ന ബുർജ് ഖലീഫയുടെയും ആഡംബരത്തിന്റെ അവസാന വാക്കായ പാം ജുമേറയുടെയും പകിട്ടുകളിലൂടെയാകാം ലോകം ദുബായിയെ നോക്കിക്കാണുന്നത്. എന്നാൽ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ദുബായ് എന്നത് കേവലം അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെയും ആഡംബര മാളുകളുടെയും മാത്രം നഗരമല്ല. അത് ദേറയുടെ ഇടുങ്ങിയ തെരുവുകളിലെ വിയർപ്പിൻ്റെയും കണ്ണീരിൻ്റെയും അതിലുപരി പ്രതീക്ഷകളുടെയും കഥയാണ്. ഏതൊരു മലയാളിയും ആദ്യമായി പ്രവാസിയായി വിമാനമിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പണ്ട് കള്ളക്കപ്പൽ കയറി മണലാരണ്യത്തിൽ കാലുകുത്തുമ്പോൾ ആദ്യം അഭയം തേടിയത് ദേറയുടെ നെഞ്ചിലേക്കാണ്. ഒരുപക്ഷെ ദുബായിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ നേർചിത്രം കാണണമെങ്കിൽ നമ്മൾ ദേറയിലൂടെ ഒന്ന് നടക്കണം. കാലങ്ങളായി മലയാളികൾ കെട്ടിപ്പടുത്ത പ്രവാസത്തിൻ്റെ ഓർമ്മകളും അവരുടെ വർത്തമാനകാലവും ദേറയെയും അവിടുത്തെ കെട്ടിടങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് നിലകൊള്ളുന്നത്. ദേറയിൽ ആദ്യമെത്തിയ മലയാളി ആരാണെന്ന് ചരിത്രത്താളുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 60കളിലും 70കളിലും എണ്ണസമ്പത്തിൻ്റെ കണ്ടെത്തലോടെ ദുബായ് എന്ന ചെറിയ മത്സ്യബന്ധന ഗ്രാമം ഇന്നത്തെ മഹാനഗരമായി വളർന്നപ്പോൾ ആ വളർച്ചയ്ക്ക് അടിത്തറ പാകിയ ഓരോ ഇഷ്ടികയിലും മലയാളിയുടെ വിയർപ്പിൻ്റെ ഗന്ധമുണ്ട്. ദുബായ് ക്രീക്കിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേര അക്കാലത്ത് നഗരത്തിൻ്റെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. നാട്ടിലെ ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടാൻ സ്വപ്നങ്ങൾ മാത്രം കൈമുതലാക്കി എത്തിയ പഴയ തലമുറയ്ക്ക് ദേറ ഒരു അഭയ കേന്ദ്രമായി മാറി. അവിടെ അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. മലയാള ഭാഷ സംസാരിക്കുന്ന സുഹൃത്തുക്കൾ, നാടിൻ്റെ രുചിയുള്ള ഭക്ഷണശാലകൾ, ജീവിത പ്രാരാബ്ദങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാൻ കഴിയുന്ന ചായക്കടകൾ. അങ്ങനെ ദേറ മലയാളിയുടെ സ്വന്തം മിനി കേരളമായി മാറുകയായിരുന്നു. ഇന്ന് കാണുന്ന പുത്തൻ ദുബായിലേക്ക് നഗരം വളർന്നപ്പോഴും തങ്ങളുടെ വേരുകൾ ഉറപ്പിച്ചു നിർത്തിയ ദേരയെ കൈവിടാൻ മലയാളി ഒരിക്കലും തയ്യാറായിരുന്നില്ല. സഞ്ചാരികൾക്കും അതിസമ്പന്നർക്കും ദുബായ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിരിക്കാം. എന്നാൽ ജനസംഖ്യയുടെ 90% വരുന്ന പ്രവാസികൾക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും ഇതൊരു പോരാട്ടത്തിൻ്റെ ഭൂമിയാണ്. അൽ കോർണിഷിലെ അൽ ഖലീജ് സ്ട്രീറ്റിലുള്ള ഹയാത്ത് റീജൻസി പോലെയുള്ള ഹോട്ടലുകളിൽ താമസിക്കുന്ന ഒരു വിനോദസഞ്ചാരി സായാഹ്നങ്ങളിൽ പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് ഈ നഗരത്തിൻ്റെ മറ്റൊരു മുഖം ദൃശ്യമാകുന്നത്. പകൽ സമയത്തെ ചുട്ടുപൊള്ളുന്ന ചൂടിന് അല്പം ശമനം വരുന്ന സായാഹ്നങ്ങളിൽ ദേരയുടെ തെരുവുകൾ സജീവമാകുന്നു. ആഡംബരത്തിൻ്റെ നേരിയ അംശം പോലുമില്ലാത്ത ചെറിയ ബാർബർ ഷോപ്പുകൾ, മൊബൈൽ ഫോൺ കടകൾ, വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ, കോഫി ഷോപ്പുകൾ എന്നിവ ഈ തെരുവുകളിൽ നിരന്നു നിൽക്കുന്നത് കാണാം നമുക്ക്. ഇത് സാധാരണക്കാരുടെ ലോകമാണ്. കടുത്ത ചൂടിലും പ്രതികൂല കാലാവസ്ഥയിലും ചിലപ്പോഴെങ്കിലും കഠിനമായി ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് ഇവിടുത്തെ സാധാരണ തൊഴിലാളികളിൽ പലരും. എന്നിരുന്നാലും നാട്ടിലുള്ള തങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അവർക്കായി കരുതി വയ്ക്കുന്ന അവധി ദിനങ്ങളുമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ഈ തെരുവുകളിലെ ഓരോ മുഖത്തും കാണാൻ കഴിയുന്നത് ആത്മവിശ്വാസത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വലിയ കഥകളാണ്. ദേരയിലെ ഏറ്റവും പ്രശസ്തമായ ഇടങ്ങളിലൊന്നാണ് ഗോൾഡ് സൂക്ക്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. എന്നാൽ ഇതിനുമപ്പുറം അധികമാരും കാണാത്ത അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്ത മറ്റൊരു രഹസ്യ ലോകം കൂടി ദേരയുടെ ഉള്ളറകളിലുണ്ട്. ഫസ്റ്റ് കോപ്പി ആഡംബര ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ സമാന്തര വിപണി ഇവിടെ സജീവമാണ്. തെരുവുകളിലൂടെ നടക്കുമ്പോൾ പലപ്പോഴും ഇത്തരം കച്ചവടക്കാർ നമ്മെ സമീപിച്ച് റോളക്സ് വാച്ചുകളോ ലൂയി വിറ്റൻ ബാഗുകളോ വേണോ എന്ന് രഹസ്യമായി ചോദിക്കുന്നത് പതിവാണ്. ഇത്തരം ഓഫറുകൾ സ്വീകരിച്ച് അവർക്കൊപ്പം പോകുന്നവർ എത്തിച്ചേരുന്നത് വിസ്മയിപ്പിക്കുന്ന മറ്റു ചില ലോകങ്ങളിലായിരിക്കും. ഇടുങ്ങിയ ഇടവഴികളിലൂടെ നടന്ന് യാതൊരു ബോർഡുകളുമില്ലാത്ത കെട്ടിടങ്ങളുടെ ചെറിയ എലിവേറ്ററുകളിൽ കയറി മുകളിലേക്ക് പോകുമ്പോൾ നഗരത്തിൻ്റെ മറ്റൊരു സംസ്കാരം നമുക്ക് കാണാം. സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അവരുടെ പരമ്പരാഗത രീതിയിൽ മുടി തുന്നുന്ന നിരവധി കടകൾ ഈ നിലകളിൽ കാണാൻ കഴിയും.
അവിടെയുള്ള ഒരു വാതിലിൽ 3 തവണ മുട്ടുമ്പോൾ തുറക്കപ്പെടുന്ന രഹസ്യ അറകളിൽ ആരുമെന്ന് അമ്പരന്നു പോകും. തറ മുതൽ മേൽക്കൂര വരെ അടുക്കി വച്ചിരിക്കുന്ന ലോകോത്തര ബ്രാൻഡുകളുടെ ഫസ്റ്റ് കോപ്പി പതിപ്പുകൾ അവിടെയുണ്ട്. ഗുച്ചി, പ്രാഡ തുടങ്ങിയ ബ്രാൻഡുകളുടെ ബാഗുകൾ, പാഡക്ക്, ഫിലിപ്പ്, ടാഗ് ഹ്യൂയർ തുടങ്ങിയ വിലപിടിപ്പുള്ള വാച്ചുകളുടെ തനിപ്പകർപ്പുകൾ, കൂടാതെ ആപ്പിൾ ഫോണുകളും ഹെഡ്ഫോണുകളും വരെ അവിടെ സുലഭമാണ്. ഗുണനിലവാരം കുറഞ്ഞ ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതൊരു കൗതുക കാഴ്ച മാത്രമായിരിക്കാം. എങ്കിലും ദുബായ് എന്ന മഹാനഗരത്തിന്റെ അദൃശ്യമായ ഒരു വശം കൂടിയാണത്. ദേറയുടെ തെരുവുകളെ കൂടുതൽ ആകർഷകമാക്കുന്നത് അവിടുത്തെ ഭക്ഷണശാലകളാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തെമ്പാടുമുള്ള രുചികൾ ഇവിടെ ലഭ്യമാണ്. മലയാളികളുടെ സ്വന്തം പൊറോട്ടയും ബീഫും ബിരിയാണിയും മുതൽ അറബികളുടെ തനതായ രുചികൾ വരെ ഈ തെരുവുകളിൽ സജീവമാണ്. വൈകുന്നേരങ്ങളിൽ തെരുവോരങ്ങളിലെ കടകളിൽ നിന്നും ഉയർന്നു വരുന്ന ഷവർമയുടെയും കബാബുകളുടെയും ഗന്ധം ആരുടെയും കൊതിയൂറുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ പോലും ആ കാഴ്ചകൾ കണ്ട് നിന്നുപോകും. കൂടാതെ അറബിക് മധുരപലഹാരങ്ങളായ മസ്നഫ്, കുനാഫ എന്നിവയും ഈ തെരുവുകളുടെ സവിശേഷതയാണ്. പകലന്തിയോളം ജോലി ചെയ്ത് തളർന്നു വരുന്ന ഒരു മലയാളി പ്രവാസിക്ക് ഏറ്റവും വലിയ ആശ്വാസം ഈ തെരുവുകളിലെ ചെറിയ കഫറ്റീരിയകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു കപ്പ് കറക്ക് ചായയാണ്. ആ ചായയുടെ ചൂടിൽ അവർ തങ്ങളുടെ സങ്കടങ്ങളും നാട്ടിലെ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു. ഒപ്പം വാരാന്ത്യങ്ങളിൽ ദേറ ഫിഷ് മാർക്കറ്റും ക്രീക്ക് സൈഡിലെ ഷോപ്പുകളുമെല്ലാം മലയാളിക്ക് ഒഴിവാക്കാനാകാത്ത ഇടങ്ങളാണ്. ദേര കേവലം ഒരു സ്ഥലമല്ല, അതൊരു വികാരമാണ്. പുതിയ ദുബായ് എത്രത്തോളം ആധുനികതയിലേക്ക് വളർന്നാലും പ്രവാസിയായ മലയാളിയുടെ ഹൃദയത്തിൽ ദേരയ്ക്ക് എക്കാലവും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം അവരുടെ വിയർപ്പും സ്വപ്നങ്ങളുമാണ് ആ കെട്ടിടങ്ങളെയും തെരുവുകളെയും ഇത്രത്തോളം സജീവമാക്കി നിർത്തുന്നത്. ആർഭാടങ്ങളില്ലാത്ത എന്നാൽ ജീവനുള്ള മനുഷ്യരുടെ സ്നേഹവും അതിജീവനവുമുള്ള യഥാർത്ഥ ദുബായ് ദേരയുടെ ഈ ഇടുങ്ങിയ തെരുവുകളിൽ ഇന്നും സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ മലയാളിയും ദുബായിയെ സ്നേഹിക്കുന്നത് ഒരുപക്ഷെ ദേര എന്ന ഈ പഴയ നഗരത്തിൻ്റെ ഗൃഹാതുരത്വമുള്ള ഓർമ്മകൾ ഉള്ളതുകൊണ്ട് കൂടിയാകാം. പ്രവാസ ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.